കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ പോപ്പ് സന്ദർശനം നടത്തി. ആരെങ്കിലും അതൊരു മതപരമായ ചടങ്ങാണെന്ന് വിമർശിച്ചിട്ടുണ്ടോ? എത്ര പേര് പോയി? പല രാഷ്ട്രീയ നേതാക്കന്മാരും പോയി. ഇനി വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നാൽ അദ്ദേഹം പോപ്പിനെ ഇന്ത്യ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് ആ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോപ്പ് ഒരു മതത്തിൻ്റെ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ചടങ്ങ് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദുർഗതി കോൺഗ്രസ്സിന് വരില്ലായിരുന്നു. എല്ലാ കാര്യത്തിലും തികച്ചും ഒരു പരസ്പര വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് ആ പാർട്ടിക്ക് ഇന്നത്തെ ഈ ഗതി വന്നത്. പിന്നെ മതേതരത്വത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ എന്ന് പറയുന്നു. മതേതരത്വത്തിൻ്റെ വക്താക്കളാണെങ്കിൽ ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത് ശരിയാണോ? പലസ്തീൻകാരെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പലസ്തീൻകാർ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരു ജനതയാണ്. നമ്മുടെ ഗവൺമെൻറ് അവർക്ക് മരുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ് അവരെ സഹായിക്കുന്നുണ്ട്. പലസ്തീൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്ത് വാദിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഹമാസിന് വേണ്ടി, ഹമാസ് വീര പോരാളികളാണ്, ഭഗത് സിംഗിനോട് തുല്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകളും മതേതരമാണ് എന്ന് ശ്രീ ശ്രീകുമാർ ഞങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളുടെ ചിന്താശക്തി പരിപൂർണമായും കീഴടങ്ങേണ്ടി വരിക്കുന്നു, അല്ലെങ്കിൽ കളഞ്ഞു കുളിക്കേണ്ടി വന്നിരിക്കുന്നു. കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാമാന്യ പരിജ്ഞാനം അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾ അപഗ്രഥനം ചെയ്ത് നോക്കുമ്പോൾ ചില മതങ്ങളോട് പ്രതിപത്തിയും ചില മതങ്ങളോട് എതിർപ്പും കാണിക്കുന്നത് മതേതരത്വത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് ഞങ്ങളെയൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാൻ താങ്കൾ എത്ര പരിശ്രമിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ശബരിമലയിൽ നമ്മൾ കണ്ടതാണ്, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു. സാർ, രാമജന്മഭൂമി സുപ്രീം കോടതി വിധി നടപ്പാക്കലല്ലേ? അവിടെ ഒരു ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതിനുശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന മതസാഹോദര്യം നിലനിർത്താൻ വേണ്ടി തത്തുല്യമായ ബഹുമാനത്തോടെ ആദരവോടെ ഒരു മുസ്ലിം പള്ളി കൂടി ഉണ്ടാക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. അതിനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീകുമാർ, താങ്കൾ പ്രകടിപ്പിച്ച വികാരം ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ഇന്നിപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് മനസ്സിലായി അവരെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കുന്നത് ആരാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ കാലാകാലങ്ങളായി നിന്നിരുന്ന മതസൗഹാർദ്ദം തകർത്തുന്ന രാഷ്ട്രീയ കക്ഷികൾ ഏതാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത്. ആ സൂചന വരുന്ന തിരഞ്ഞെടുപ്പിലുണ്ടാകും. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രത്യയശാസ്ത്രത്തിൻ്റെ പരിപാടികൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ആർജവവും ധൈര്യവും കാണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. എന്ത് വിശദീകരണം കൊടുത്താലും അത് സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് സോമനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു. സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ശ്രീ KM മുൻഷി, സർദാർ പട്ടേൽ തുടങ്ങിയ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളും രാജ്യം ആദരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും. മതേതരം എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു അതിനെ എതിർത്തു. ഈ മതപരമായ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല. അവർക്ക് സർദാർ പട്ടേലും KM മുൻഷിയും മറുപടി കൊടുത്തു. ഇംഗ്ലീഷ് പറഞ്ഞാൽ ദിസ് ഈസ് എ പോയിൻ്റ് ഓഫ് നാഷണൽ ഓണർ. ഇത് രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സോമനാഥ് ക്ഷേത്രം വീണ്ടും പുനർനിർമ്മാണം ചെയ്യാൻ. കോൺഗ്രസ് അതിനോട് സഹകരിച്ചു. ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം, ബാബറി മസ്ജിദ് എന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന പള്ളിയിലെടുത്ത താല്പര്യം
സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചോ? എന്തുകൊണ്ട് കാണിച്ചില്ല? കെ എം മുൻഷിയും രാജേന്ദ്ര പ്രസാദും സർദാർ പട്ടേലും കാണിച്ച ഔത്സുക്യം, ആ ക്ഷേത്രത്തിനോടുള്ള ആദരവ്, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനമാണ് എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ ഇന്ന് എത്ര കോൺഗ്രസ്സുകാരുണ്ട്? അവർക്ക് പ്രീണനം ആണ് ഇപ്പോഴും ലക്ഷ്യം. വയനാട് സീറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പാവം അമേധിയിൽ തോറ്റു കഴിഞ്ഞാൽ വയനാടല്ലാണ്ട് എന്താ അദ്ദേഹത്തിന് രക്ഷ? അപ്പോൾ അതിനനുസരിച്ച് നിലപാടുകൾ കോൺഗ്രസ് എടുക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാക്കും. പക്ഷേ ഞങ്ങൾ മതേതരത്തിൻ്റെ നിലപാടാണ് എന്നുള്ള അവകാശവാദം ഇനി വില പോകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ കപട മതേതരത്വം പകൽ പോലെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രകാശഭരിതമായി ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ അത് വരും. ആ കാപട്യം ജനം തിരിച്ചറിഞ്ഞു. ദയവ് ചെയ്ത് ഇനി മതേതരത്തെക്കുറിച്ചുള്ള സംസാരം, പണ്ട് വേറൊന്നുണ്ടായിരുന്നല്ലോ സോഷ്യലിസം, അതുപോലെ തന്നെ നിർത്തുകയാണ് നല്ലത്. കാരണം ജനത്തിനും മനസ്സിലായിരുന്നു ഈ കാപട്യം. ആ കാപട്യം തിരിച്ചറിയാനുള്ള വാഗതരിവും വിജ്ഞാനവും പ്രബുദ്ധതയും ഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും സിദ്ധിച്ചു കഴിഞ്ഞു. വടക്കേ ഇന്ത്യ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ അന്യോന്യം അടുപ്പിക്കുന്ന രാഷ്ട്രീയം, അന്യോന്യം വിരോധപ്പെടുത്തുന്ന രാഷ്ട്രീയം ഇനി നടപ്പാകാൻ പോകുന്നില്ല. സൗഹൃദത്തിൻ്റെ രാഷ്ട്രീയം, വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം, സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം, അതിന് മാത്രമേ ഈ രാജ്യത്ത് ഇനി ഭാവി ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരും മനസ്സിലാക്കുന്ന ദിവസം പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും.